തൃശൂർ പേരാമംഗലത്ത് മദ്യലഹരിയിൽ 58-കാരനെ കൊലപ്പെടുത്തിയെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പ്രേമദാസിനെയാണ് സഹോദരന്റെ മകനായ മഹേഷ് കൊലപ്പെടുത്തിയത്. കൈക്കോട്ട് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിൻ, ഈ മദ്യലഹരിയിലായിരുന്നോ കൊലപാതകം? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, മദ്യലഹരിയിലാണ് ഇന്നലെ കൊലപാതകം നടന്നത്. പേരാമംഗലം സ്വദേശിയായിട്ടുള്ള നാട്ടാക്കുപാടം സ്വദേശി കാട്ടിലേത്ത് വീട്ടിൽ പ്രേമദാസ് എന്ന 58 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായ മകേഷ് ആണ് കൊലപാതകം നടത്തിയത്. ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും പിന്നീട് വാക്കുതർക്കം ഉണ്ടായപ്പോൾ കൈക്കോട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി ആക്രമിച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മഹേഷ് നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയാണ്. അതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ ലഹരി മരുന്നിന് അടിമയാണ്. അങ്ങനെ ക്രൂരമായൊരു കൊലപാതകമാണ് മദ്യലഹരിയിൽ ആണ് സംഭവിച്ചത്. മറ്റ് ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം പരിശോധന നടക്കേണ്ടതുണ്ട്. നാട്ടുകാർ, ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ബഹളവും ഒച്ചയും കേട്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയും പ്രേമദാസിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ആശുപത്രിയിൽ വെച്ച് ഇയാൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി തന്നെ പോലീസ് അതിവേഗത്തിൽ ഈ മഹേഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ കാര്യമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അയാളെ ചോദ്യം ചെയ്തതിന് ശേഷം തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ഏതായാലും പേരാമംഗലത്താണ് ഇന്നലെ രാത്രി ക്രിസ്മസ് ദിനത്തിൽ കൊലപാതകം നടന്നത്. സേതു, ഓക്കെ, ശരി. ലെവിൻ കെ വിജയാണ് വിവരങ്ങൾ നൽകിയത്.